എന്തിനാ ഒരു പയ്യന്റെ ഭാവി ഇല്ലാതാക്കുന്നത്? നിങ്ങൾ കേസ് പിൻവലിക്കുകയാണെങ്കിൽ അത് അവനും നല്ലതായിരിക്കും, നിങ്ങൾക്കും നല്ലതായിരിക്കും. അവനെ ജയിലിൽ പറഞ്ഞയച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലാഭവും ഇല്ല. ചന്ദ്രേ, സാറ് പറയുന്ന പോലെ ചെയ്. പഠിക്കുന്ന പയ്യനല്ലേ, എന്തിനാ അവന്റെ ഭാവി കളയുന്നേ? നിനക്ക് അതുകൊണ്ട് എന്ത് നേട്ടോ? പരാതി പിൻവലിച്ച കാശ് തരാന്ന് പറഞ്ഞല്ലോ, എത്ര തരും? ഒരു 50,000 രൂപ തരാം. അയ്യേ, 50,000 രൂപയോ? അതുകൊണ്ട് ഞാനെന്ത് ചെയ്യാനാ? ശരി, 1,00,000 രൂപ തരാം. 1,00,000? അതൊക്കെ വളരെ കുറവാ. ശരി, നിങ്ങൾ എത്ര പ്രതീക്ഷിക്കുന്നത് അത് പറ. എനിക്ക് ഒരു 2,00,000 രൂപ വേണം. ശരി, തരാം. പെട്ടെന്ന് ഓക്കെ പറഞ്ഞല്ലോ. ഇത് കൂടുതൽ ചോദിച്ചാലും കിട്ടുമായിരുന്നു. മണ്ടത്തരമായി പോയി. ഈ എമൗണ്ട് ഫിക്സ് ചെയ്യാം. പരാതി പിൻവലിക്കുകയാണെന്ന് ഒരു പേപ്പറിൽ എഴുതി തരണം. ഞാൻ പരാതി പിൻവലിക്കുന്നു എന്ന് എഴുതി തന്ന ശേഷം നിങ്ങൾ എനിക്ക് കാശ് തരാതിരുന്ന ഞാൻ എന്ത് ചെയ്യും? 2,00,000 രൂപ. എനിക്ക് ആ പയ്യൻ എന്നോട് ചെയ്തൊന്നും മറക്കാൻ പറ്റില്ല. പിന്നെ അവന്റെ പഠിപ്പും ഭാവിയൊക്കെ മുടങ്ങുമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പരാതി പിൻവലിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രം നീ സമ്മതിച്ചതല്ലേ? ചുമ്മാ ഇരിക്കും മാമേ. നിങ്ങൾ പേപ്പറും പേനയൊക്കെ താ, ഞാൻ പരാതി പിൻവലിച്ചു എന്ന് എഴുതി ഒപ്പിട്ട് തരാം. അത് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കണ്ടേ? നിങ്ങൾ ഞാൻ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോ. അവിടെ SIക്ക് മുന്നിൽ വെച്ച് സൈൻ ചെയ്യണം. അപ്പോ ഈ കാശ് എനിക്ക് അപ്പോഴേ തരൂ? കാശ് നിങ്ങൾ ഇപ്പൊ എടുത്തോ. പിന്നെ ഈ കാശ് വാങ്ങിയ കാര്യം വീട്ടിലും പുറത്തൊന്നും പറയരുത്. അങ്ങനെ വാക്ക് തന്നാലും ഞാൻ സൈൻ ചെയ്യും. ഞങ്ങൾ ആരോടും പറയില്ല. ഇത് മറ്റാരും അറിയേയില്ല. ഞങ്ങളെ വിശ്വസിക്കാം. റെഡിയല്ലേ? ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോയാലോ? നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തോളൂ, ഞാൻ കാശ് അകത്ത് വെച്ചിട്ട് വരാം. ശരി. എന്റെ മാമേ, 2,00,000 രൂപ ഇരുന്ന് ഇരിപ്പിന് കിട്ടി. ഇനി വന്ന എന്താ ചന്ദ്രേ, എന്താ? ഈ കാശ് ഷെൽഫിലേക്ക് വെക്ക്. ചെല്ലേ. എന്നാലും കാശ് കുറച്ച് കൂടുതൽ ചോദിക്കായിരുന്നു. ചന്ദ്രേ, അതെ, അവിടെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ ആവശ്യം വരുമ്പോ വന്ന് വാങ്ങിച്ചോളാം. രേവതിയെ കൊണ്ടോ അവളുടെ കുടുംബത്തെ കൊണ്ടോ നിനക്കൊരു ഉപകാരമില്ലെന്ന് പറയാറില്ലേ? ഇപ്പൊ ഉപകാരമായില്ലേ? ആ കുടുംബം കാരണം നിനക്ക് 2,00,000 രൂപ കിട്ടി. ആ പയ്യന്റെ ഭാവി സംരക്ഷിച്ചേനെ ആ വക്കീൽ എനിക്കത് ദക്ഷിണ ചെയ്ത്. കാശ് ഭദ്രമായിട്ട് തന്നെ വെച്ചോണം. ഞാൻ സ്റ്റേഷനിൽ ചെന്ന് പരാതി പിൻവലിക്കുന്നു എന്ന് എഴുതി കൊടുത്തിട്ട് വരാം. ശരി. അച്ഛാ, അമ്മ പോയെന്ന് വെച്ചപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരുന്ന എങ്ങനെയാ? അച്ഛാ, വാ ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ടോളെ. അന്ന് വേണ്ടത്. എനിക്ക് വിശപ്പില്ല. അത് കള്ളം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് അച്ഛനല്ലേ പറയാറ്? ഒന്ന് കഴിച്ച് എണീക്കച്ചാ. വക്കീൽ സാറാണല്ലോ വിളിക്കുന്നത്. ഹലോ സാർ, ശരത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നടന്നിരുന്നോ? ഞങ്ങള് നിങ്ങളെ വിശ്വസിച്ച് വെയിറ്റ് ചെയ്യാം. എന്നെ വിശ്വസിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരാറില്ല സച്ചി. ഒരു നല്ല വാർത്ത പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. എല്ലാം സംസാരിച്ച് ഒത്തുതീർപ്പാക്കി. സച്ചിയുടെ അമ്മ ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിച്ചു. സാർ, സത്യം പറഞ്ഞേ? സത്യാണ്. ഞാൻ തന്റെ അമ്മയോട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യിച്ചു. ഈശ്വര. സച്ചിയുടെ അമ്മ സ്റ്റേഷനിൽ ചെന്ന് ഇത് കുടുംബ വിഷയമാണെന്നും പരാതിയൊന്നുമില്ല, കംപ്ലൈന്റ് പിൻവലിക്കുകയാണെന്ന് എഴുതി കൊടുത്ത് സൈൻ ചെയ്തു. എനിക്കോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സച്ചിയുടെ എന്താ അദ്ദേഹം പറയുന്നത്? അമ്മ പരാതി പിൻവലിച്ചെന്നു. ഇന്ന് കാക്ക മറന്നു ഉറക്കം. എന്റെ അമ്മയുടെ മനസ്സ് മാറുന്നു വെച്ചാൽ അതൊരു നിസ്സാര കാര്യമല്ല. എങ്ങനെയാ സാർ അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചത്? ഞാൻ എത്ര ക്ലയന്റിനെ കണ്ടതാ സച്ചി. ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചു. അവരുടെ മനസ്സ് മാറി. ഒടുവിൽ അവർ പരാതി പിൻവലിച്ചു. എന്നാലും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യ. നിങ്ങളൊരു മജീഷ്യനാണ് സാർ. ഞാൻ എന്റെ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി ശരത്തിന്റെ പേരിൽ ഒരു കേസും ഇല്ല. അവൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വളരെ നന്ദി സാർ. ഞാനും ഭാര്യയും പിന്നീട് ഒന്ന് സാറിനെ കണ്ടോളാം. ശരി സച്ചി. ഓക്കെ സാർ. ഓക്കെ. ഇതൊക്കെ ഞാൻ എത്ര കണ്ടത്. അച്ഛാ, അമ്മ പരാതി പിൻവലിച്ചു. എടാ, ഇത് വിശ്വസിക്കാവോ? അമ്മ പരാതി പിൻവലിച്ചെന്നുള്ള സത്യമാണോ? വിശ്വസിക്കാച്ചാ, അമ്മ പരാതി പിൻവലിച്ചു. ഇനി ശരത്തിന് ഒരു പ്രശ്നമില്ല. നീ എന്തിനാണ് എവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്? സന്തോഷത്തോടെ എനിക്ക് നിൽക്കാൻ വേണം. അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരാത്തതിന്റെ വിഷമത്തില്ല ഞങ്ങൾ എല്ലാരും. നിനക്ക് മാത്രം സന്തോഷം, ഡാൻസ് കളിക്കുക അല്ലേ? എന്റെ ഈ സന്തോഷം കാരണം അമ്മ തന്നെയാ. അമ്മേ, അതല്ല അമ്മ. ശരത്തിനെതിരെ കൊടുത്ത പരാതി അമ്മ പിൻവലിച്ചു. പരാതി അമ്മ പിൻവലിച്ചെന്നോ? അതെങ്ങനെ? അതെങ്ങനെയാന്ന് ചോദിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അമ്മ ഇത് കുടുംബ വിഷയമാണ്, പരാതി പിൻവലിച്ചെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അമ്മ എഴുതി കൊടുത്തെന്നോ? അവനെ ജയിലിൽ പറഞ്ഞയക്കുന്ന ആന്റി തന്നെയല്ലേ പറഞ്ഞേ, പിന്നെ എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം? ഭഗവതി, എന്റെ പ്രാർത്ഥന കേട്ടില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. എന്റെ അനിയന്റെ ജീവിതം തിരിച്ചു കൊടുത്തത്. അവിടുന്ന് ഞങ്ങളെ കാത്തു. അമ്മ തിരിച്ചു വരാൻ വേണ്ടി അച്ഛന്റെ കാലിൽ പിടിച്ച് തിരുമിയിട്ട് ഒരു കാര്യമില്ല. ഇത് അമ്മ സ്വന്തമായിട്ട് എടുത്ത തീരുമാനോ? എന്നാലും എങ്ങനെ എന്റെ അമ്മയുടെ മനസ്സ് മാറിയെന്ന്? അല്ല, ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലല്ലേ അമ്മ വീട് വിട്ടു പോയത്? പരാതി കൊടുക്കരുതെന്ന് സച്ചിയുടെ രേവതയെടുത്ത് പറഞ്ഞിട്ട് പോലും അമ്മ കേട്ടില്ല. എന്നാലും ഇപ്പൊ മനസ്സ് മാറാൻ എന്താ കാരണം? ശ്രീകാന്ത്, ഞാൻ പറഞ്ഞില്ലേ, ടൈം ചേഞ്ചസ് എവറിത്തിങ്. ഈ ദേഷ്യവും പെയിനും എന്ന് വേണ്ട എല്ലാ ഇമോഷൻസും ഒരു സമയം കഴിയുമ്പോ കുറയും. അങ്ങനെ ആന്റിയുടെ മനസ്സും ചേഞ്ച് ആയി. അല്ല, അന്ന് ഞാൻ പോയി പറഞ്ഞിട്ട് പോലെ അവള് പരാതി പിൻവലിച്ചില്ല. ഇതിപ്പോ എങ്ങനെ അവളുടെ മനസ്സ് മാറാൻ കാരണം എന്താ? അതാ ഞാനും ആലോചിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും പരാതി പിൻവലിച്ചേ? ആന്റി ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മ പരാതി പിൻവലിച്ചത് നിനക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പരാതി പിൻവലിക്കില്ല, അവനെ ജയിലിൽ കയറ്റണമെന്ന് ആന്റി സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ പെട്ടെന്ന് മനസ്സ് മാറി. അതിന്റെ റീസൺ എന്താണെന്ന് അറിയണ്ടേ? അമ്മയും 3 മക്കളെ പ്രസവിച്ച ആളല്ലേ. ശരത്ത് ജയിലിൽ പോയാ എന്റെ അമ്മയുടെ അവസ്ഥ എന്താവുന്നു അമ്മ ഓർത്തു കാണും. ശരത്തിന്റെ ഭാവി നഷ്ടപ്പെടുത്തണമെന്ന് കരുതി കാണും. അതുകൊണ്ടായിരിക്കും അമ്മ പരാതി പിൻവലിച്ചത്. അമ്മ പരാതി പിൻവലിച്ചല്ലോ. അപ്പം അച്ഛൻ അമ്മയെ കൂട്ടിക്കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞിട്ടാണ് അവള് പോയത്. ഞാൻ വിളിച്ചിട്ട് എന്തായാലും അവളെ കൊണ്ട് വരാൻ പോകുന്നില്ല.
അച്ഛാ വാശി കാണിക്കില്ല അച്ഛാ, പോയി അമ്മയെ കൂട്ടിക്കൊണ്ടു ഞാൻ പോവില്ല. ചെല്ല അച്ഛാ. ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് എത്ര പ്രാവശ്യം അവളോട് ഇറങ്ങിപ്പോയിട്ടുള്ള കുറച്ച് കഴിയുമ്പോൾ പോയാലും വേദനകൾ തിരിച്ചു വരികയും ചെയ്യും. എന്തായാലും ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമില്ല. അച്ഛൻ ചെന്ന് വിളിച്ചില്ലെങ്കിൽ അമ്മ വാശിക്ക് അവിടെ തന്നെ താമസിക്കും. ഇനി ഇവിടെ വരുത്തൂല. അമ്മ മുമ്പത്തെ പോലൊന്നുമല്ല, ഭയങ്കര വാശിയില്ല. അവളവിടെ താമസിക്കട്ടെ. എന്തായാലും ഞാനായിട്ട് പോകാൻ പോകുന്നില്ല. അച്ഛന് പ്രശ്നമുണ്ട്. അച്ഛനൂടെ നല്ല വിഷമത്തിൽ നടന്ന് പോകാൻ അറിയില്ലേ? അതെന്താ പ്രശ്നമുണ്ടെന്ന് ഞാൻ എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ ചുമ്മാ കളിക്കില്ലേ? അച്ഛൻ ചെന്ന് കൂട്ടിട്ട് വാ. ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെങ്കിലും അമ്മ കൂടെ ഇല്ലെങ്കിൽ കറണ്ട് പോയി ഏരിയ പോലെ അച്ഛന്റെ മോങ്ങനെ ഇരുണ്ടിരിക്കും. അങ്കിൾ ചെന്ന് വിളിച്ച ആന്റി വരും. ചെല്ല അങ്കിളെ. അതെ, ഞാൻ ചെന്ന് വിളിച്ചാലും എന്റെ അമ്മ വരും. ഞാൻ ചെന്ന് വിളിക്കാം. നീ പോലെ നീ ചെന്ന് വിളിച്ചാ പിന്നെ അച്ഛൻ വിളിക്കാൻ വന്നില്ലെന്ന് പറഞ്ഞു അമ്മ അവിടെ തന്നെ നിൽക്കും. പിന്നെ ഇങ്ങോട്ട് വരില്ല. നീ പോടാ, അച്ഛൻ പോയി വിളിക്കും. നീ ഓടി കോരങ്ങൻ അവൻ പോകാൻ നിൽക്കുന്നു. അച്ഛൻ അമ്മയില്ലാത്തോണ്ട് വീട് എന്തോ പോലെ ആകെ ഡള്ളായതുപോലെ. അച്ഛൻ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടു. എന്റെ ഭാര്യ എന്റെ വാക്കൊക്കെ ഇറങ്ങിപ്പോയത്. എന്നിട്ട് ഇപ്പൊ ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരുമല്ലേ? അതെന്തായാലും നടക്കാൻ പോകുള്ളൂ. ഇനിയിപ്പോ അവളായിട്ട് വരണമെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ പെട്ട് വിളിച്ചിട്ട് വാ. എന്തായാലും ഞാൻ പോണ പ്രശ്നമില്ല. ഞാൻ പോവാന്ന് പറഞ്ഞത്. എന്തായാലും പോകുന്നവരായാലും ഒരു കാര്യം അമ്മയോട് ഉറപ്പിച്ചേക്കും. വാശിക്കും സ്വന്തം വിജയത്തിന് വേണ്ടി എന്തും കാട്ടിക്കൂട്ടുമ്പോ വേദനിക്കുന്ന ചില മനുഷ്യരുണ്ടെന്ന് ഓർക്കണം. അത് കാണാതെ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നാലും അവിടെ സന്തോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞേക്കണം. ഞാൻ പോയി വിളിച്ചിരുന്നെങ്കിൽ അമ്മ വന്നനെ. എന്നാലും ആന്റി എന്തായിരിക്കും പരാതി പിൻവലിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്നാലും ആന്റി പരാതി പിൻവലിച്ചെന്നോ? സത്യമാണോ ഈ പറയുന്നത്? അതെ, ആന്റിയുടെ ദേഷ്യം കണ്ടിട്ട് ശരത്തിനെ ജയിലിൽ കയറ്റാതെ വിടില്ലെന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ പെട്ടെന്ന് പരാതി പിൻവലിച്ചിരിക്കുക. ആന്റിക്ക് ഇത് എന്താ പറ്റിയെന്നാ എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. സച്ചിൻ രേവതിയും ചെന്ന് കാല് പിടിച്ചു കാണും. അവര് പറഞ്ഞാലൊന്നും ആന്റി കേൾക്കില്ല. മാത്രമല്ല ഈ ന്യൂസ് അവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. ശരത്ത് ചെറിയ പയ്യനല്ലേ, അവനെ ജയിലിൽ കയറ്റി എന്തിനാ അവന്റെ ഭാവി നശിപ്പിക്കുന്നെന്ന് ആന്റി ചിന്തിച്ചു കാണും. അവരങ്ങനെ ചിന്തിച്ചാലേ കാക്ക മലർന്നു പറക്കും. അവനെ മാത്രമല്ല അവന്റെ കുടുംബത്തെ ഒന്നാകെ ജയിലിൽ കിടത്തണമെന്ന് ആന്റി പറയുന്നത്. അവരങ്ങനെ വെറുതെ ഒന്നും പരാതി പിൻവലിക്കില്ല. വേറെ എന്തോ നടന്നിട്ടുണ്ട് മീരെ. ഒന്നുകിൽ ആന്റിയെ ആരോ ഭയപ്പെടുത്തി പരാതി പിൻവലിപ്പിച്ചിരിക്കുന്നതാ, അല്ലെങ്കിൽ അവർക്ക് എന്തോ നേട്ടം ഉണ്ടായതുകൊണ്ടാവാം. ഇതിൽ ഏതാ നടന്നെന്ന് എങ്ങനെ ഇപ്പൊ ഒന്ന് കണ്ടുപിടിക്കുക? എന്തായാലും ഒടുക്കം പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ആയി. നീ മനസ്സിൽ വിചാരിച്ചതൊന്നും നടന്നുമില്ല. നീ ആഗ്രഹിച്ചതുപോലെ സച്ചിൻ രേവതിയും ആ വീട്ടിൽ നിന്ന് പോയതുമില്ല. അത് മാത്രല്ല അവരിപ്പോ നല്ല സന്തോഷത്തിലോ. വളരെ സാഹസികമായ വീഡിയോ എടുത്ത് ആന്റണിക്ക് കൊടുത്തതുകൊണ്ട് ആന്റണിക്കോ നിനക്കോ ഒരു പ്രയോജനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല നീ പെടുകയും ചെയ്തു. നവീൻദാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി 2 ലക്ഷം രൂപയല്ലേ ചോദിച്ചേക്കുന്നത്? അതിന് എത്രയും പെട്ടെന്ന് കൊടുക്കണ്ടേ? ആന്റണി ആണല്ലോ വിളിക്കുന്നത്. 100 വയസ്സാ അവന്. ഫോൺ എടുക്ക്. ഹലോ, പറ ആന്റണി, എന്താ വിളിച്ചേ? എന്തിനാ വിളിച്ചെന്നോ? നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഞാൻ ചോദിച്ച 2 ലക്ഷം രൂപ എവിടെ? അത് ആന്റണി, എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല. ഇല്ലെങ്കിൽ എവിടെ നില ഒപ്പിക്ക്. നവീൻ ദാസിന്റെ നില വളരെ മോശമാണ്. അവൻ മരിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ അത് പ്രശ്നമാവും. ആന്റണി, ഞാൻ പെട്ടെന്ന് തന്നെ കാശ് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്തോണ്ട് തരാം. കൊണ്ടുവന്ന നിനക്ക് കൊള്ളാം. പെട്ടെന്ന് കാശെത്തിക്ക്. അവൻ കാശ് പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞല്ലേ? ഞാൻ ചെയ്തെല്ലാം തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാം ഇപ്പൊ എനിക്ക് അഗെയിൻസ്റ്റ് ആയി. ഇനിയിപ്പോ കാശ് എങ്ങനെ കൊടുക്കും? എനിക്കറിയില്ല മീര, പക്ഷെ എങ്ങനെയും കൊടുത്തേ പറ്റും. ആ നവീൻദാസിന് എന്തെങ്കിലും പറ്റിയ ഞാൻ ജയിലിൽ പോണ്ടി വരും. ആണോ? ഓ, ഓക്കെ ഓക്കെ. അമ്മേ, സച്ചേട്ടന്റെ അമ്മ ശരത്തിനെതിരെ കൊടുത്ത പരാതി പിൻവലിച്ചു. സത്യമാണോ മോളെ ഈ പറയുന്നത്? അതെ അമ്മേ, ചേച്ചി ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ. ശരത്തിനെയും കൂട്ടി ചേച്ചി സച്ചേട്ടനും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇപ്പൊ ഇവിടെ എത്തും. സന്തോഷായി മോള്. ബാക്കിയെല്ലാം കാശ് കൊടുത്തെങ്കിലും അവന് ജയിലിൽ പോകേണ്ടി വരും തന്നെ ഞാൻ കരുതിയത്. ദൈവം കാത്തു. അതെ അമ്മേ, ഞാനേ ഓടിച്ചെന്ന് ഹേമചേച്ചിയോടും രാജചേച്ചിയോടും പറഞ്ഞിട്ട് വരാം. പെട്ടെന്ന് പോമോളെ, അവർക്ക് വിഷമിച്ചിരിക്കായിരിക്കും. നമ്മുടെ മോൻ എന്നോട് ക്ഷമിക്കുന്നേ. നീ വന്നല്ല മോനെ. അമ്മയ്ക്കിപ്പൊ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നുന്നത്. കേസൊന്നുമില്ല, ഇനി അവനൊരു പ്രശ്നമില്ലമ്മേ. എന്നോട് ക്ഷമിക്കുന്നേ. ഇങ്ങനൊരവസ്ഥ നിനക്ക് വരാതിരിക്കാന് അന്ന് ആന്റണിയുമായി കൂട്ടുകൂടരുതെന്ന് ഞങ്ങൾ നിന്നോട് പറഞ്ഞത്. മോനത് കേട്ടില്ലല്ലോ. നോക്ക് ഇപ്പൊ എവിടെ വരെ എത്തിയെന്ന്. ഞാൻ നിങ്ങൾ പറഞ്ഞത് കേൾക്കണമായിരുന്നു. എനിക്ക് തെറ്റുപറ്റി പോയി. ഓർക്കമ്മേ, എന്നോട് ക്ഷമിക്ക്. മോനെ, നീ എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടത്. നീ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നിന്നോട് ക്ഷമിച്ച് നിന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടാതെ കൂട്ടിയിട്ട് വന്നില്ലേ? നമ്മുടെ സച്ചിയോടാ മോ ക്ഷമ ചോദിക്കേണ്ടത്.